തർക്കം നിലനിൽക്കുന്നതിനിടെ വി.ഡി. സതീശനും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും ഒരേ വേദിയിൽ മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി KSUവിന്റെ ചോരയും നീരുമാണ് UDF സർക്കാരെന്ന് അലോഷ്യസ് സേവ്യർ പറയുന്നു. തെറ്റ് ഇനിയും ചൂണ്ടിക്കാട്ടുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു വെക്കുന്നു. വിവരങ്ങൾ നൽകാൻ ശ്രീജിത്തുണ്ട്. അതിനു മുൻപ് അലോഷ്യസ് സേവ്യർ പറഞ്ഞ വാക്കുകൾ നോക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ഞാൻ പഠിച്ച രാഷ്ട്രീയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അത്ര സമുന്നതരായിട്ടുള്ള വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ചിരിക്കുക, പുഞ്ചിരിക്കുക എന്നാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. അല്ല, സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മാധ്യമങ്ങളിൽ ഒന്നും പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം ഈ വിഷയങ്ങളുടെ എല്ലാം തുടക്കം നിങ്ങൾക്കറിയാം. 10 വർഷക്കാലം കേരളത്തിന്റെ ക്യാമ്പസുകളിലും തെരുവോരങ്ങളിലും വലിയ രീതിയിൽ സംഘർഷഭരിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ പോരടിച്ച് മല്ലടിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ, പിണറായി സർക്കാരിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് കേരളത്തിൽ UDFന്റെ സർക്കാർ അധികാരത്തിൽ വന്നത്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ആള് ആ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, നമ്മളിപ്പോൾ പ്രതികരണം കണ്ടു. അലോഷ്യസ് സേവ്യറിന്റെ രൂക്ഷ വിമർശനമാണ്. അദ്ദേഹം പുഞ്ചിരിയോടുകൂടിയാണ് പറയുന്നതെങ്കിൽ പോലും ആ അമർഷം തുറന്നു കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്ലീഡർ നിയമനത്തിൽ തുടങ്ങിയ തർക്കമാണ് ഇതുവരെ എത്തി നിൽക്കുന്നത്. ഒരേ വേദിയിൽ അല്ലെങ്കിൽ ഒരിടത്ത് വന്ന 2 പേര് മുഖം കൊടുക്കാതെ മടങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അശ്വതി പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ വി.ഡി. സതീശനെതിരെ NSSന്റെ ഒരു പ്രതിഷേധം രൂപം കൊള്ളുന്ന കണ്ടു. അത് വേറൊന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ അവരുടെ യുവജന സംഘടനയുടെ ഭാഗത്തു നിന്ന്, KSUവിന്റെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം വന്നത് വി.ഡി. സതീശൻ പരിഹാസപൂർവ്വം തള്ളിയതാണ് ഇത് കൂടുതൽ പ്രകോപനത്തിന് കാരണമായത്. ഇതിന് മറുപടിയായി ഫേസ്ബുക്ക് പേജിലൂടെ കഴിഞ്ഞ ദിവസം അലോഷ്യസ് സേവ്യർ മറുപടി പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസമായി KSUവിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയവുമായി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ചു നടക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി സമയം അനുവദിക്കുന്നില്ല. അന്ന് മാത്രമല്ല, ഇന്നത്തെ ഇവിടുത്തെ SH കോളേജിലെ ഒരു ചടങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്, അലോഷ്യസ് സേവ്യർ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഒരു സ്വീകരണമാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ടാണ് ഈ കോളേജിലേക്ക് മുഖ്യമന്ത്രിയായ ശേഷം വരുന്നത്. അങ്ങനെ വളരെ സൗഹാർദ്ദപൂർവ്വം നിൽക്കേണ്ട ഒരു ചടങ്ങിൽ തന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന യുവജന സംഘടനയുടെ നേതാവിനെ കണ്ട ഭാവം നടിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിലൂടെ തന്നെ എത്രത്തോളം വലിയ ഭിന്നതയിലാണ് ഇവർ നിൽക്കുന്നതെന്ന് കാണുന്നത്. മാത്രമല്ല, ഇന്ന് രാവിലെ അനിൽകുമാർ ആവട്ടെ, ദീപ്തി മേരി വർഗീസ് ആവട്ടെ, ഈ വിഷയങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ സംഭാഷണങ്ങളിൽ മുഖ്യമന്ത്രി നേരിട്ട് കുറ്റപ്പെടുന്നില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ചില ഭിന്നതകളുടെ സൂചനകൾ തരുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അലോഷ്യസ് സേവ്യർ തിരിച്ചിറങ്ങി വന്ന് പറയുന്നത്, ഞാൻ പഠിച്ച മര്യാദ, രാഷ്ട്രീയ സംസ്കാരം എന്നുള്ളത് മുമ്പിൽ കാണുന്ന ആളുകളെ കണ്ടാൽ ചിരിക്കുക എന്നാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് വി.ഡി. സതീശനെ കുറിച്ച്. അങ്ങനെ മുഖ്യമന്ത്രി സ്വന്തം യുവജന സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവിനെ കാണുമ്പോൾ ചിരിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു ഐറണി അല്ലെങ്കിൽ ഒരു വൈചിത്ര്യം എന്ന് പറയാൻ പറ്റുന്ന കാര്യം. പ്രത്യേകിച്ച് 2 പേരും ഒരു കോളേജിൽ പഠിക്കുന്നു, ഒരേ നാട്ടിലെ ആളുകൾ നേരിട്ട് കാണുമ്പോൾ പോലും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉള്ള സമയം അനുവദിക്കുന്നില്ല. മാത്രമല്ല, പ്ലീഡർ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ തെരുവുകളിൽ വലിയ രീതിയിൽ എതിർക്കപ്പെട്ടപ്പോൾ അങ്ങനെ തങ്ങളെ കേസുകളിൽ കുടുക്കിയ ആളുകളാണ് ഇപ്പോൾ പ്ലീഡറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ ചോദ്യം ഇന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഇത് തെറ്റാണെങ്കിൽ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ തന്നെയാണ് തന്റെ തീരുമാനം, അല്ലെങ്കിൽ KSUവിന്റെ തീരുമാനം, KSUവിന്റെ വികാരമാണ് താൻ പങ്കുവച്ചത്. എന്തായാലും KSU പ്രവർത്തകരുടെ ചോരയും നീരും കൂടി കൊണ്ടാണ് ഈ സർക്കാർ രൂപം കൊണ്ടത്. തങ്ങൾ തെരുവിൽ വാങ്ങിയ അടിയുടെ കൂടി ഒരു പരിണിത ഫലം തന്നെയാണ് ഈ സർക്കാർ എന്നുള്ള കാര്യമാണ് ഇവർ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയെ തിരുത്താൻ ആളല്ല. മുഖ്യമന്ത്രി തന്നെ കണ്ടിട്ട് പരിചയം നടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറയാൻ ഞാനല്ല. ഞാൻ അദ്ദേഹത്തിന്റെ അത്രയും വലിപ്പത്തിലുള്ള ആളല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കുകൾ മൂലമായിരിക്കാൻ തനിക്ക് സമയം നൽകാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിലെല്ലാം തന്നെ വളരെ വ്യക്തമായി തന്നെ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു. പ്രത്യേകിച്ച് ഇത് തമ്മിൽ ബുദ്ധിമുട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ താൻ ചോരയും നീരും മജ്ജയും മാംസവും ഉള്ള ഒക്കെ മനുഷ്യനാണ്. ഇതൊക്കെ കാണുമ്പോൾ വിഷമം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയപരമായി ഒരു പാർട്ടിയിലെ ആളുകൾ, പ്രത്യേകിച്ച് സർക്കാർ അവരുടെ ഹണിമൂൺ പീരീഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ ചില ഭിന്നതകളിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ കാണുന്നതെല്ലാം. എന്തായാലും രാഷ്ട്രീയപരമായി ഇതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും താൻ നിയമിച്ച ഒരു നിയമനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഈ ഘട്ടത്തിൽ തയ്യാറാവുന്നത്, പ്രത്യേകിച്ച് KSUവിന്റെ ഒരു കമ്മിറ്റി അല്ല ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊരു പരിഹാസ രൂപേണയുള്ള മറുപടിയും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. അശ്വതി.
ശ്രീജിത്ത്, അതാണ് ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് മുഖം കൊടുക്കുന്നില്ല മുഖ്യമന്ത്രി. അപ്പോഴും മുഖ്യമന്ത്രിക്ക് ഒരു താക്കീത് കൊടുക്കുകയാണോ അലോഷ്യസ് സേവ്യർ? അതായത് KSUവിന്റെ ചോരയും നീരുമാണ് UDF സർക്കാർ എന്നത് ഒരു താക്കീതായി കണക്കാക്കാമോ? അങ്ങനെ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതും? നിങ്ങൾ ആരാണ് ഈ പ്ലീഡർ നിയമനങ്ങളെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ KSU കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിന് അധികാരമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. ഏത് തരത്തിലാണ് തങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തമുള്ളത്? തങ്ങൾ കൂടി തെരുവിൽ വാങ്ങിയ അടിയുടെ കണക്ക്, ചോരയും നീരിൻ്റെയും കണക്ക്, തങ്ങളുടെ ക്ലാസുകൾ ഒഴിവാക്കി തങ്ങൾ രാഷ്ട്രീയപരമായ പോരാട്ടത്തിൻ്റെ കൂടി ചരിത്രമാണ് ഇപ്പോൾ ഈ സർക്കാർ അനുഭവിക്കുന്ന തണൽ എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഇതൊരു KSU പ്രവർത്തകരുടെ എല്ലാവരുടെയും വികാരമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും KSU പ്രവർത്തകർ തൻ്റെ ഒപ്പമുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു യുവജന സംഘം തൻ്റെ ഒപ്പം ഈ ഒരു വിഷയത്തിൽ തന്നോടൊപ്പമാണെന്നുള്ളൊരു കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, ഇതിൽ മറ്റൊരു കാര്യം പ്രധാനമായി പറയുന്നത്, തെറ്റ് ആണെങ്കിൽ ഈ തെറ്റ് താൻ ആവർത്തിക്കുമെന്നുള്ള വീണ്ടുമുള്ള ഒരു മറുപടിയാണ്. പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്തും. കാരണം കഴിഞ്ഞ തവണത്തെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് SFIക്ക് ഇങ്ങനെ വിമർശിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ SFIയുടെ പോലൊരു പ്രസ്ഥാനമല്ല തങ്ങളുടെ പ്രസ്ഥാനം. തങ്ങൾ KSU കോൺഗ്രസ് സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് ഒരു KSU എന്ന പ്രവർത്തകൻ്റെ ധർമ്മം തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി ചെയ്തത് ശരിയാണോ എന്നുള്ള കാര്യം അദ്ദേഹം സ്വയം വിലയിരുത്തട്ടെ എന്ന് പറയുമ്പോൾ പോലും തൻ്റെ മര്യാദ എന്ന് പറയുമ്പോൾ മുമ്പിൽ കാണുന്ന ആളുകളെ ചിരിക്കുകയും തൻ്റെ രാഷ്ട്രീയ സംസ്കാരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നേരത്തെ നമ്മൾ ഒരു മറുപടി മനസ്സിലേക്ക് വരുന്നത് പിഷാരടി പണ്ട് നേരത്തെ തോമസ് ഐസക്കിന് കൊടുത്ത ഒരു മറുപടിയാണ്. തൻ്റെ സംസ്കാരം ഇതാണെന്ന് പറയുമ്പോൾ മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ സംസ്കാരവുമായി അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് പോകുന്ന ഒരു സമീപനം. പക്ഷേ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ എന്തായാലും തൻ്റെ നിലപാട് ഇതുതന്നെയാണ്. പ്ലീഡർ നിയമനത്തിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ ഇപ്പോഴും ശക്തമായി ഉന്നയിക്കുന്നു. അത്തരം വിമർശനങ്ങൾ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് താൻ ആവർത്തിക്കും. മാത്രമല്ല, തൻ്റെ സംസ്കാരം മുമ്പിൽ കാണുന്നവരെ അങ്ങനെ അവഗണിച്ച് പോകുന്നതല്ല, മുതിർന്ന നേതാക്കളെ അവഗണിച്ച് പോകുന്നതല്ല തൻ്റെ സംസ്കാരം എന്ന് പറയുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ തനിക്ക് ഇപ്പോഴുള്ള സമീപനങ്ങളിൽ വേദനയുണ്ടെന്നുള്ള കാര്യവും അദ്ദേഹം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അശ്വതി. ശരി ശ്രീജിത്ത്, എന്തായാലും തർക്കം നിലനിൽക്കുന്നതിനിടെ VD സതീശനും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും ഒരേ വേദിയിൽ പങ്കെടുക്കുന്നു. മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി മടങ്ങുന്നു. KSUവിന്റെ ചോരയും നീരുമാണ് UDF സർക്കാർ എന്നാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. തെറ്റിനിയും ചൂണ്ടിക്കാട്ടുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു വെക്കുന്നു. വിവരങ്ങളാണ് ശ്രീജിത്ത് കൊച്ചിയിൽ നിന്നും നൽകിയത്.